കേരളത്തിലും ദേശീയ തലത്തിലും എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയ, നമ്മുടെ എല്ലാ ജനങ്ങളുടെയും സ്നേഹവും ബഹുമാനവും സമ്പാദിക്കാൻ സാധിച്ച ഒരു മേഖലയാണ് സാഹിത്യോത്സവ പ്രോഗ്രാമുകൾ. ഗ്രാമങ്ങളിൽ നിന്ന് ആരംഭിച്ച് ജില്ലാതലത്തിൽ, സംസ്ഥാന തലത്തിൽ, അങ്ങനെ ദേശീയ തലത്തിലേക്ക് SSFൻ്റെ സാഹിത്യോത്സവ പരിപാടികൾ ഇന്ന് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പുതുമയാർന്നൊരു കാര്യം ഇവിടെ പറയാനുള്ളത്, കുടുംബത്തിൽ നിന്ന് സാഹിത്യോത്സവങ്ങൾ ആരംഭിക്കണം. കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ പേരക്കുട്ടികൾ ഒന്നിച്ചിരുന്ന് പാടുകയും കഥ പറയുകയും ചെയ്യുന്ന ഒരു വലിയ കൗതുകം, അതിൽ പങ്കെടുക്കാൻ എനിക്ക് സന്ദർഭം ലഭിച്ചു. ആരും പറയാതെ തന്നെ കുട്ടികൾ പാടുന്നത് കേൾക്കാം. കയ്യിൽ കിട്ടുന്ന പെൻസിൽ കൊണ്ട് ചുമരുകളിൽ വരക്കുന്നത് കാണാം. ഇതിന് ഔപചാരികത നൽകിക്കൊണ്ട് വീട്ടിൽ തന്നെയുള്ള ഏതെങ്കിലും ഒരു റൂമിൽ സ്വന്തം കുട്ടികളെ എല്ലാവരെയും വിളിച്ചു ചേർത്ത് പാടാനും പറയാനും അവർക്കറിയാവുന്നത് അവതരിപ്പിക്കാനും ആ പിഞ്ചു കുട്ടികൾ നേരത്തെ അനൗപചാരികമായി ചെയ്തിരുന്ന കാര്യങ്ങൾ ഔപചാരികമായി നിർവഹിക്കുന്നതോടെ പുതിയ പ്രതിഭകൾക്ക് ജന്മം ലഭിക്കുകയായി. അത് കേൾക്കുമ്പോഴാണ് ആ കുട്ടികളുടെ സർഗശേഷിയെപ്പറ്റി മാതാപിതാക്കൾക്ക് കൂടുതൽ ബോധവും ഉണർവും ലഭിക്കുക. അവർക്ക് താല്പര്യമുള്ള മേഖലകളിലേക്ക് കൈപിടിച്ചു ഉയർത്താനും പരമാവധി അവരെ അഭിനന്ദിക്കാനും രക്ഷിതാക്കൾക്ക് സാധിക്കുകയാണെങ്കിൽ അത് നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ ഒരു സൃഷ്ടിക്ക് കാരണമായിത്തീരും. പിന്നീട് പ്രഭാഷകനായിത്തീരുന്ന ഒരു വ്യക്തി അവൻ്റെ ചെറിയ കുഞ്ഞു പ്രായത്തിൽ തന്നെ പ്രഭാഷണത്തിലുള്ള സർഗശേഷി അവൻ പ്രകടിപ്പിച്ചിരിക്കും. അത് കാണാനും കേൾക്കാനുമാണ് രക്ഷിതാക്കൾക്ക് ഇപ്പോൾ സമയമില്ലാത്തത്. വീടുകളിൽ സാഹിത്യോത്സവ പരിപാടികൾ ഈ രൂപത്തിൽ ക്രമപ്പെടുത്തിയാൽ നമ്മുടെ നാടിന് ലഭിക്കുന്ന ഒരു വലിയ സംഭാവനയായിരിക്കും അത്. മറ്റുള്ളവരുടെ ദുഃഖം കാണാൻ, അത് പരിഹരിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും ശക്തമായ ആയുധമാണല്ലോ സാഹിത്യം. സാഹിത്യരംഗത്തുള്ളത് പ്രകടിപ്പിക്കാനുള്ള കഴിവാണ്. ചിലർ പ്രസംഗത്തിലൂടെ, മറ്റു ചിലർ എഴുത്തിലൂടെ അന്യൻ്റെ ദുഃഖങ്ങൾ വരച്ച് കാണിക്കാൻ, ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള ആ ഒരു വലിയ കഴിവാണ്, മാർഗമാണ് സാഹിത്യം. ആ മേഖലയിലേക്ക് ചെറിയ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരാനുള്ള ഈ ഒരു സംവിധാനം എല്ലാ അർത്ഥത്തിലും ഉപകരിക്കുമെന്ന് ബോധ്യപ്പെട്ടു. നമുക്കെല്ലാം വീടുകളുണ്ട്. ആ വീടുകളിൽ തുള്ളി നടക്കുന്ന കൊച്ചുങ്ങളുണ്ട്. അവർക്ക് വരയ്ക്കാൻ മാത്രം കടലാസുകളുണ്ട്. പാട്ടുപാടാനും കളിക്കാനുമുള്ള എല്ലാ സംവിധാനങ്ങളുമുണ്ട്. ചെറിയ ഒരു ശ്രദ്ധ മാതാപിതാക്കൾ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകൾക്കുണ്ടാവുകയാണെങ്കിൽ ആ കുട്ടികളെ പടിപടിയായി സാഹിത്യ മേഖലയിലേക്ക്, നേതൃനിരയിലേക്ക് തട്ടി ഉണർത്തി വളർത്തിയെടുക്കാൻ കഴിയും, ഉറപ്പാണ്. അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഈ സമയത്ത് ആഗ്രഹിക്കുകയാണ്. എല്ലാവർക്കും നന്ദി.